ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പച്ചമുളക് പോലെയുള്ള നമ്മൾ പച്ചക്കറികളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലേ കുരുടിപ്പെന്ന് പറയുന്നത്. പൂക്കാറും കായ്ക്കാറുമായ ചെടികളിലാണ് പ്രധാനമായിട്ട് നമ്മളിങ്ങനെ കാണുന്നത്, മെച്ചുറായി വരുന്ന ചെടികൾക്ക്. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഈ സാധനം എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കുരുടിപ്പിനൊക്കെ നല്ലൊരു ശമനം ഉണ്ടാവും. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ പർപ്പസിനും അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ് പർപ്പസിനും ഒക്കെയാണ് നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ അടുക്കളത്തോട്ടത്തിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഗാർഡനിലും ഒക്കെ നമ്മളെ ചെടികളിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു സാധനം കൂടിയാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ സ്റ്റോറിൽ 3%, 6%, 35% ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ നമ്മൾ കൂടുതലും ഇങ്ങനെ പച്ചക്കറികളിലും ചെടികളിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3%, 6% എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഇത്തിരി കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വീര്യം കുറഞ്ഞ 3% യൂസ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് പച്ചക്കറികൾ ഇതിനകത്തൊക്കെ ചില ചെടിയെങ്കിലും നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ട്, ഒരു ഉണർവും ഉന്മേഷം ഇല്ലാതെ നിൽക്കുന്ന കാണാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നല്ലൊരു ഉത്തേജനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നൽകാവുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 3% വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ പച്ചക്കറികൾ വിത്ത് നമ്മൾ പൊതുവേ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടിട്ട് അല്ലെങ്കിൽ സ്യൂഡോമോണസിലൊക്കെ മുക്കിയിട്ടാണ് നമ്മൾ കൂടുതലും മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കിയിടുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഡിപ്പ് ചെയ്തിട്ടിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് ഈ 2-3 ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കാണ് കേട്ടോ. അതിനകത്ത് ഡിപ്പ് ചെയ്ത് ഒരു അരമണിക്കൂറോളം നമ്മൾ ഡിപ്പ് ചെയ്തിടുക, എന്നിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നടുകയാണെങ്കിൽ പെട്ടെന്നായിട്ട് മുളച്ച് വരുന്നതായിട്ട് സാധിക്കും. അമിതമായിട്ട് ഈർപ്പം നിൽക്കുന്ന മണ്ണിൽ ഓക്സിജൻ്റെ ലഭ്യത കുറവായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിൽക്കുന്ന ചെടികളുടെ വേരിന് നല്ല രീതിയിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ ചെടികളുടെ വേര് നിർജ്ജീവമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ബാക്ടീരിയാസ് പോലുള്ള സാധനങ്ങൾ നമ്മളെ വേരിനെ അറ്റാക്ക് ചെയ്യുന്നതും ചെടികൾ വാട്ടരോഗം വന്നിട്ട് ചീത്തയാവുന്നതും പെട്ടെന്ന് തന്നെ നശിക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ചെടികൾക്ക് നമ്മളിതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ചെടികളുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് കൂടുതലായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാൻ സാധിക്കുകയും പഴയ കൊണ്ട് തന്നെ ചെടികൾ പൂർണ്ണ നല്ല രീതിയിൽ ആരോഗ്യമുള്ള അവസ്ഥയിൽ വരാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ചെടികൾക്ക് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഫോമുല H2 ആണെങ്കിൽ അത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫോമുല എന്ന് പറയുന്നത് H2O2 ആണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നിറത്തിലോ അല്ലെങ്കിൽ മണത്തിലോ ഒന്നും നമുക്ക് വ്യത്യാസം മനസ്സിലാവില്ല. രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഓക്സിജൻ്റെ ആറ്റം വെള്ളത്തിനകത്ത് 1 ആണെങ്കിൽ അതുപോലെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് വരുമ്പോൾ അത് 2 ആണ്. അപ്പോൾ ഓക്സിജൻ കൂടുതലായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറവായിട്ട് ഓക്സിജൻ കിട്ടാത്ത ചെടികൾക്ക് നമ്മൾ എക്സ്ട്രാ ഓക്സിജൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി പൂർണ്ണ അവസ്ഥയിൽ എത്തുന്നത് വരേക്കും നമ്മൾ ആഴ്ചയിൽ 1-2 തവണ വീതം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പം മേൽമണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങി എന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി പച്ചക്കറി തൈകൾ പറിച്ച് നടാനായിട്ട് എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നടുന്ന ചെടികൾക്ക് തലേ ദിവസം തന്നെ, അങ്ങനെ നടാൻ ഉദ്ദേശിക്കുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ ഈ സൊല്യൂഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ നമ്മൾ ഈ പോട്ടിംഗ് മിക്സിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഈ ചെടികൾ പറിച്ച് നടുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും വേരിനൊക്കെ ക്ഷതമുണ്ടെങ്കിൽ ഈ മണ്ണിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫംഗലോ ബാക്ടീരിയാസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെടിയെ ബാധിച്ചിട്ട് നടുന്ന ചെടികൾ തന്നെ ചീത്തയായി പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മളിത് ഈ സൊല്യൂഷൻ നൽകുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊരു ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ സൊല്യൂഷനാണ്. 2-3 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത ഗ്രോ ബാഗിൽ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യുമല്ലോ. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്ന് മണ്ണിനെ
പുനർജീവിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു വളമായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. മറ്റു വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ നൽകാറുണ്ടല്ലേ, അതുപോലെ തന്നെ നമുക്ക് മാസത്തിൽ 1-2 തവണ വീതം നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മളെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ഗുണമെന്ന് അതിൻ്റെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ഓക്സിജനാണ് നമ്മളെ ചെടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചെടികളുടെ വേരിന് നല്ലപോലെ ഓക്സിജൻ വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഓക്സിജൻ കിട്ടുകയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് നൽകുന്നു, ആ വളങ്ങൾ, ആ ന്യൂട്രിയൻസ് എല്ലാം തന്നെ നല്ലപോലെ വേരിനെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ നമ്മളെ ചെടികൾ വളരാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ക്രമമെന്ന് പറയുന്നത് 1-2 ടീസ്പൂണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ചെടികളുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളക് പോലുള്ള ചെടികളിൽ കുരുടിപ്പ് രോഗങ്ങൾ കാണാറുണ്ടല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ചില കീടങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ഇല കുരുടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെസ്റ്റിസൈഡും കൂടിയാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്യുന്നത് 10 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കിലെടുത്തിട്ട് ഒരു 2-3 ദിവസം ഇടവിട്ട് ചെടികളിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മുകളിലും ഇലയുടെ ആ മുകൾ ഭാഗങ്ങളും കൂമ്പ് ഭാഗങ്ങളിലും അതുപോലെ തന്നെ അടിഭാഗത്തും എല്ലാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടികളുടെ ഏറ്റവും അടിയിലത്തെ ഏറ്റവും അവസാനത്തെ ഇലകളിൽ ഏറ്റവും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുകളിലുള്ളതിനകത്ത് സ്പ്രേ ചെയ്യുക. അപ്പം കൂടുതൽ ചില കീടങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, ചിലത് ചെടികളുടെ ഏറ്റവും താഴെയുള്ള ഇലകളിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇന്ന് അത്താണല്ലേ, അപ്പോൾ ഓണത്തിനെയൊക്കെ നമ്മൾ വരവേൽക്കാൻ തയ്യാറായി കാണുമായിരിക്കും. വീടുകളിൽ എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ആ അത്തപ്പൂവിൻ്റെ ഫോട്ടോ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അത്തപ്പൂ മാത്രം പോരാ കേട്ടോ, അത്തപ്പൂവിൻ്റെ മാത്രം ഫോട്ടോ പോരാ. നിങ്ങളൊക്കെ എന്നെ വീഡിയോസിലൂടെങ്കിലും കാണുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാൻ നിങ്ങൾ ആരെയും കാണുന്നില്ല. ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ കാണണം. അപ്പം നിങ്ങളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നിന്ന് അത്തപ്പൂവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്യുക. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് മാത്രമല്ല ഞാനത് ആ ഫോട്ടോസ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് വഴിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.